ഇറാൻ്റെ സർവ്വസൈന്യാധിപൻ RGCയുടെ തലവൻ ആണവ ശാസ്ത്രജ്ഞൻ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് തെരഞ്ഞെടുത്ത ആളുകളെ കൊല്ലാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും അയത്തുള്ള അലി ഖമനിയെ ബാക്കി വെച്ചേക്കുന്നത്? അല്ല, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, മുമ്പൊരു ടോക്കിൽ പറഞ്ഞു, ഇത് മൊസാദിൻ്റെ പൂർണ്ണ സഹായത്തോടെ നടന്ന ഓപ്പറേഷനാണ്, ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ. അതിൻ്റെ ഭാഗമായി ഇസ്രയേലി വിമാനങ്ങൾ വന്ന് ആക്രമണം നടത്തി. അതുകൂടാതെ ഇറാനിൽ മൊസാദ് ഉണ്ടായിരുന്നു. മൊസാദ് കൃത്യമായും കൊല്ലേണ്ട ആളുകളുടെ ടാർഗറ്റ് ഉണ്ടാക്കി. ആ ടാർഗറ്റ് വെച്ചിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഇറാനിലെ മരുപ്രദേശത്തിരുന്ന് ഇറാനകത്ത് നിന്ന് മൊസാദ് ടീം ഡ്രോണുകൾ അയച്ച് ഈ ടാർഗറ്റുകളെ നശിപ്പിക്കുന്ന വീഡിയോ നമ്മൾ മുമ്പൊരു വീഡിയോ നമ്മൾ കാണിച്ചത്, തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് IDF ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് റിലീസ് ചെയ്ത വീഡിയോ ആണ്. അതായത് അതെന്തുകൊണ്ട് ഇത്ര രഹസ്യ ഓപ്പറേഷൻ്റെ വീഡിയോ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു ചോദിച്ചാൽ, ഞങ്ങൾക്ക് നിൻ്റെ ഉള്ളിൽ കയറിയും പണി തരാൻ അറിയാം എന്ന് ഇറാനെ കാണിച്ചു കൊടുക്കാനാണ്. മൊസാദ് ഇറാനകത്ത് നിന്ന് പണിതു എന്ന് ഇറാനെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ IDF ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ കുറച്ചായിട്ട് ഈ കഴിഞ്ഞ വർഷം ജൂണിൽ ഒക്ടോബറിൽ ആക്രമണം നടന്നു. ഒക്ടോബറിലാണ് ഇറാൻ ഇസ്രയേലിന് നേരെ ആക്രമണം നടന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം കഴിയുന്നു അല്ലേ, ഒരു വർഷം കഴിയാറായി. അതിനുശേഷം ഇറാന് നേർക്ക് ഇസ്രയേലിൻ്റെ തിരിച്ചടിയുണ്ടായി, വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പ്രാച്ചിനിലെ അവരുടെ രഹസ്യ ആണവ കേന്ദ്രം ഉൾപ്പെടെ തകർന്നു വരുന്നു. അതിനുശേഷം ഖമനേയിക്ക് എന്ത് പറ്റി എന്നൊരു ചോദ്യം വ്യാപകമായി ഉയർന്നു. ഖമനേയി കൊല്ലപ്പെട്ടു, ഖമനേയി ഭൂമിക്കടിയിലാണ്, പരിക്ക് പറ്റി, ചികിത്സയിലാണെന്ന് ഒരുപാട് തിയറീസ് വന്നു. ഇതിന് നമ്മുടെ നാട്ടിലുള്ള മീഡിയ 1 ചാനലിന് പോലും ഖമനേയി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയം വന്നിട്ട് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗബാധയാണെന്ന് അവർക്കും പോലും ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു. കാരണം എങ്ങനെ തട്ടിപ്പോയാൽ പേടിച്ചോ അല്ലെ ആക്രമണത്തിലോ അല്ല, രോഗം വന്ന് മരിച്ചതാണെന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ പോലും അത്തരം സ്റ്റോറി പ്ലേസ് ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പെട്ടെന്ന് വന്നത്, ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ മകൻ മെജ്താബ ഖമനേയി അടുത്ത അനന്തരാവകാശിയാകും എന്നൊരു സ്റ്റോറിയും വന്നിരുന്നു. അത് കുറച്ചൊക്കെ കൂടി നമ്മുടെ ചാനലിലും വന്നു, മാധ്യമങ്ങളിലും വന്നു, ഒക്കെ വന്നു. മെജ്താബ ഖമനേയിയുടെ പേരൊക്കെ വന്നു. പക്ഷേ പിന്നീട് മെജ്താബ ഖമനേയി പിന്തുടർച്ചക്കാരനായിട്ട് വന്നില്ല. ആ ചർച്ച മുന്നോട്ട് പോയില്ല. ആരും ചോദിച്ചില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ ഈ അയത്തുള്ള അലി ഖമനേയിക്ക് ശേഷം അത്ര എളുപ്പത്തിൽ മൊജ്തബ ഖമനേയിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ തന്നെ ഖയ്യിം ഖസാലി, ഹാഷം സഫിദ്ദീൻ എന്ന് പറയുന്ന 2 പ്രമുഖർ അയത്തുള്ള അലി ഖമനേയിയെ കൂടാതെ ഇറാനിലുണ്ട്. അവർക്കിപ്പോൾ മിലിറ്ററി സൈന്യ മേഖലയിലൊക്കെ അവർക്ക് സ്വാധീനമുണ്ട്. പക്ഷെ അവരുടെ ആഗ്രഹം സൈന്യത്തലവനായിട്ട് കാര്യമില്ല, ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടും കാര്യമില്ല. ആകുവാണെങ്കിൽ ആരാവണം? ആത്മീയ നേതാവാവണം. ആത്മീയ നേതാവാകാനുള്ള ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിലെ ഭൈമി കാമുകന്മാരാണ് ഖയ്യിം ഖസാലിയും ഹാഷം സഫിദ്ദീനും. അവരങ്ങനെ സമ്മതിച്ചു കൊടുക്കത്തില്ല മൊജ്തബ ഖമനേയിയെ ആക്കാൻ. അതിന് കാരണം സൈദ്ധാന്തികമായൊരു കാരണമുണ്ട്. ഇവർ ഇതേപോലെ ഷിയകളാണല്ലോ. ഷിയകൾ ഇറാഖിലുണ്ട്. ഇറാഖിലെ ഷിയകളുടെ ഗ്രാൻഡ് അയത്തുള്ളയാണ് അലി സിസ്താനിയുടെ പ്രശ്നത്തിൽ കാര്യമുണ്ട്. ആ പുതിയ അടുത്ത അവകാശിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു കൗൺസിലുണ്ട്. ഈ കൗൺസിൽ മതകാര്യങ്ങളിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ചേർന്നൊരു കൗൺസിൽ ചേർന്നിട്ട് വേണം അടുത്ത അവകാശിയെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അവർ നോക്കുന്നത് അത് മതകാര്യങ്ങളിൽ അവഗാഹ പാണ്ഡിത്യം വേണം. ഈ അവഗാഹ പാണ്ഡിത്യം ആർക്കില്ല? മൊജ്തബ ഖമനേയിക്കില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇറാനിൽ മതകാര്യങ്ങളിൽ ആളുകൾക്ക് വലിയ പണ്ഡിതന്മാരെ പുറത്തേക്ക് വിടുന്ന ഒരു ഫാക്ടറി എന്ന് പറയുന്ന 2 മത സ്ഥാപനങ്ങളുണ്ട്. അത് ഇരിക്കുന്നത് ഖൂമിലും നജാഫിലുമാണുള്ളത്. ഈ നജാഫിലും ഖൂമിലും പഠിച്ച ആളുകൾക്ക് മാത്രമേ മതകാര്യങ്ങളിലെ വലിയ പണ്ഡിത സ്ഥാനം അലങ്കരിക്കാൻ പറ്റുള്ളൂ. മൊജ്തബ ഖമനേയി ഈ 2 ഖൂമിലും നജാഫിലുമുള്ള ഈ മതവിദ്യാഭ്യാസ കോളേജിൽ പഠിച്ച് മതപണ്ഡിതൻ എന്നുള്ള പേര് നേടിയിട്ടില്ല, ആ ബിരുദം നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സ്പേർട്ട് കൗൺസിൽ കൂടിയാൽ
മൊജ്തബ ഖമനേയിയുടെ പേര് മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കപ്പെടത്തില്ല. കാരണം ഒരു ഖമനേയി അയത്തുള്ള ആവാൻ മാത്രമുള്ള മതപാണ്ഡിത്യം ആർക്കില്ല? മൊജ്തബ ഖമനേയിക്കില്ല. മിനിമം ഈ പേര് നിർദ്ദേശിച്ചാൽ ഖായിബ് ഖലാസിയും ഹാഷം സഫിദ്ദീനെങ്കിലും അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. ആ എതിർപ്പിനെ അയത്തുള്ള അലി ഖമനേയിക്ക് പോലും നേരിടാൻ പറ്റില്ല. കാരണം മതകാര്യങ്ങളിലെ അവസാന തീരുമാനമെടുക്കേണ്ട പണ്ഡിത സഭയാണിത്. അവിടെ എതിരഭിപ്രായം പറഞ്ഞാൽ അടിച്ചമർത്താനൊന്നും പറ്റില്ല. കാരണം ഇവരെല്ലാം മതഭ്രാന്തന്മാരാണ്. മതം തലയ്ക്ക് പിടിച്ച തലക്കെട്ടുകാരും താടിക്കാരുമാണ്. അവർക്കെല്ലാം ഈക്വൽ റൈറ്റാണ്. ഖമനേയി അതിലൊരാളെ ഖമനേയി ആക്കുന്നേ ഉള്ളൂ. ആ ഇരിക്കുന്നവരിൽ എക്സ്പേർട്ട് കൗൺസിലെ ആർക്കും ഖമനേയി ആവാം, അയത്തുള്ള എന്ന പദവിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ കർദിനാൾമാർ ചേർന്നിട്ടാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്ന പോലെ ഈ ഒരു വിദഗ്ധ പണ്ഡിത കൗൺസിലിൽ നിൽക്കുന്ന ഏതൊരാൾക്കും അയത്തുള്ളയാകാൻ യോഗ്യതയുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റും. അപ്പം മൊജ്തബ ഖമനേയിക്ക് ഈ ഒരു യോഗ്യതയില്ല, ഈ കൗൺസിലിൽ ഇരിക്കാൻ പോലും യോഗ്യതയില്ല. അപ്പോൾ ഒരു കാരണവശാലും അങ്ങോട്ട് വരാൻ പറ്റില്ല. വരാൻ പറ്റും എപ്പോഴാണെന്നറിയാമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതാണ് ഇസ്രയേൽ കാണുന്ന ബുദ്ധി. കാരണം ഈ മൊജ്തബ ഖമനേയി താരതമ്യേന ചെറുപ്പക്കാരനാണ്. അച്ഛൻ്റെ അതേ വഴിക്ക് തീവ്ര ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമല്ല, ഈ എത്രയോ വർഷം അയാൾ അയത്തുള്ളയായാൽ ഇനി ഒരു 10-30 വർഷമെങ്കിലും മിനിമം ആ പദവിയിലിരിക്കും. അത്രയും ലൈഫ് സ്പാനുള്ള ഒരാൾ അയത്തുള്ളയായിട്ട് വന്നാൽ അക്കാലം അത്രയും ഭീഷണിയാണ്. അതേസമയം ഈ ഒരു കാറ്റടിച്ചാൽ ചത്തുപോകുന്ന വല്ല കിളവന്മാരുമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവൻ തട്ടിപ്പോകും. അവൻ്റെ ഭീഷണി വരത്തില്ല. അടുത്ത ആൾ വരുമ്പോഴില്ലേ, അടുത്ത ആളും ചിലപ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല, മനംമാറ്റം വരാം. പക്ഷെ ഒരേ തീവ്ര ചിന്താഗതിയുള്ള ഒരുത്തനെ, അച്ഛൻ്റെ അതേ പാത പിന്തുടരുന്ന ആശയങ്ങൾ പിന്തുടരുന്ന ഒരുത്തനെ 10-30 വർഷത്തേക്ക് അയത്തുള്ളയായി ഇറാനിലിരിക്കാൻ ആരാഗ്രഹിക്കുന്നില്ല? ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് കോൺട്രഡിക്ടറി ആണെന്ന് തോന്നും. കാരണം ഈ കൗൺസിൽ കൂടിയാൽ മൊജ്തബ ഖമനേയിയെ അംഗീകരിക്കത്തില്ല. കാരണം പാണ്ഡിത്യമില്ല, ഇസ്ലാമിക വിഷയങ്ങളിലെ പണ്ഡിതനാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അത്തരം ക്രെഡൻഷ്യൽസ് ഇല്ലാത്തതുകൊണ്ട് മൊജ്തബ ആവത്തില്ല. പക്ഷെ മൊജ്തബയ്ക്കാകാം. എപ്പോഴാണെന്നറിയാമോ? അയത്തുള്ള ഒരാക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ. കാരണം അവർ രക്തസാക്ഷിത്വത്തിനെ വലിയ വില മതിക്കും. കാരണം കൊല്ലപ്പെട്ട അയത്തുള്ളയുടെ മകൻ അടുത്ത അയത്തുള്ള എന്ന് പറയുമ്പോൾ ഒരു വൈകാരികമായൊരു സാധനം കിട്ടും. മനസ്സിലായോ? അത്തരം ഒരു വൈകാരിക ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി ഇറാനിലെ അയത്തുള്ളയായിട്ട് മൊജ്തബ ഖമനേയി വരണമെന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. കാരണം അടുത്തൊരു മിനിമം ഒരു 30-40 വർഷത്തേക്ക് ഇയാളുടെ ഭീഷണി ഉണ്ടാവും. പ്രായം കൊണ്ട് കമ്പാരിറ്റീവ്ലി യങ്ങാണ്. 35-40 വയസ്സോ മറ്റോ ഉള്ളൂ അയാൾക്ക്. ഏതായാലും 50 വയസ്സിൽ താഴെയാണ്. 50 വയസ്സിൽ താഴെയാണെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചാൽ പോലും 30 വർഷത്തേക്ക് അയാൾ തന്നെയായിരിക്കും. അത്തരം എന്തിനാണ് ഒരു ലോങ് ടേം ഭീഷണിയെ നമ്മുടെ ചെലവിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്? കാരണം മാത്രമല്ല, ഇനി സ്വാഭാവികമായി വല്ല ചൊറിയോ ചെരങ്ങോ ക്യാൻസറോ വന്ന് ഈ അയത്തുള്ള അങ്ങ് തട്ടിപ്പോയാൽ അടുത്ത അയത്തുള്ളയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവിടെ അടി നടക്കും. മിനിമം 3 മകൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരും. മകനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ മൊജ്തബ ഖമനേയിയെ ആക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവിടെ മതവിശ്വാസികളുണ്ട്. ഈ മറ്റേ കൗൺസിലിൽ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കൗൺസിലിൽ തന്നെ ഖായിബ് ഖലാസിയുണ്ട്, ഹാഷം സഫിദ്ദീനുണ്ട്. അപ്പോൾ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയും ഇതിലേതെങ്കിലും ഒരാളെ ഇസ്രായേലല്ലേ, ഒരാളെ ഇസ്രായേലിന് പിടിക്കാൻ പറ്റിയാലോ? ഓപ്പറേഷൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് നമ്മുടെ ചെലവിൽ ഒരു രക്തസാക്ഷിയുണ്ട്? കാരണം ഈ കാരണവരുടെ കച്ചവടം കഴിയാറായി. അപ്പോൾ അതുകൊണ്ട് അയാൾ അവിടെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്നിട്ട് പണ്ട് EMS പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ UDF സർക്കാരിനെ ഞങ്ങൾ താഴെ തിറക്കത്തില്ല, അതവിടെ ഇരുന്ന് നാറി പഴുത്ത് താഴെ പോകുമെന്ന് EMS പറഞ്ഞത്. അതുപോലെ ഈ അയത്തുള്ള അലി ഖമനേയി അവിടെ ഇരുന്നിരുന്ന് വഷളായി ഇയാൾക്ക് എണീറ്റ് നടക്കാനും വയ്യ, മാരക രോഗങ്ങളുമാണ്, അതിലൊക്കെ ഉപരി ഭയങ്കര പേടിയുമാണ്. ഈ ഗീർവാണടി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നെങ്കിൽ ഇരുന്നോട്ടെ, നമ്മൾ നമ്മുടെ പണി നടത്തിയാൽ പോരെ. അയാളുടെ മകനെ നമ്മുടെ ചെലവിൽ നമ്മൾ ഇയാളെ കൊന്നിട്ട് ആ രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ ഇയാളുടെ മകൻ കയറി വന്നാൽ ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ 2 സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അയത്തുള്ളയാകാൻ ആഗ്രഹിക്കുന്ന മറ്റ് 2 പേർക്ക് പിന്നീടൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും പറയുകയാണ്, അയ്യോ അലി അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിയുടെ മകനാണെന്ന് പറയുമ്പോൾ ആ നിലവിലുള്ള ന്യൂനതകൾ മറികടന്ന് അയാൾ അയത്തുള്ളയാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തിയ ഒരു ശ്രമമാണ്
ഇയാളെ മാത്രം വിട്ടിട്ട് ബാക്കിയുള്ളവരെയൊക്കെ തട്ടിയെന്ന് പറഞ്ഞു. നോക്കൂ, നമ്മൾ അവരുടെ വലിയ ലിസ്റ്റ് എടുത്ത് ഇവരുടെ പ്രധാനപ്പെട്ട തലവന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഖമനയി കൂടാതെ 2 പേര് മാത്രമേ ഉള്ളൂ ഇറാനിലെ പരമാധികാരികൾ. ബാക്കി എല്ലാവരും തട്ടും. പെഷസ്ക്യാനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ പ്രസിഡൻറ്റും അല്ല, പ്രസിഡൻ്റ് എന്ന് പേരുണ്ട്, ഒരു റബ്ബർ പാവ. അതുകൊണ്ട് അയാൾ എവിടെയെങ്കിലും പുറത്ത് പൊക്കോട്ടെ, വല്ല നോർത്തി വന്ന് അയാൾ ഓടി വല്ല അമേരിക്കയിലോ പോയി രക്ഷപ്പെട്ട് പൊക്കോളും, അയാൾക്ക് പ്രസിഡന്റ് എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്നും പറഞ്ഞാണ് പുള്ളി നടക്കുന്നത്. അപ്പോൾ ഈ ഖമനയുടെ വാഴ്ച ഇനിയും കുറച്ച് കാലം കൂടെ പോകും, നീണ്ടു നിൽക്കട്ടെ എന്നാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത്. ശത്രുവാണെങ്കിലും അടുത്തുള്ള മിത്രത്തെക്കാൾ നല്ലത് അകലെയുള്ള മിത്രത്തെക്കാൾ നല്ലത് അടുത്തുള്ള ശത്രുവാണെന്ന് പറഞ്ഞ പോലെ. അതായത് 10-30 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു അയത്തുള്ള വരുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഉള്ള അയത്തുള്ള തുടരുകയും അയാളെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആഭ്യന്തര കലാപമോ ആഭ്യന്തര അധികാര തർക്കമോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് കളയണ്ട എന്ന് വെച്ചിട്ടാണ് ഖമനയിയെ മാത്രം ജീവിക്കാൻ വിട്ടിട്ട് ഖമനയുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകളെ മുഴുവൻ തട്ടിക്കളഞ്ഞതെന്നാണ് ഇപ്പോൾ ഈ ഡിഫൻസ് സൈറ്റുകളും പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹൊസൈൻ സൽമാനി IRGCയുടെ തലവനായിരുന്നല്ലോ, ഇസ്ലാമിക് റിവല്യൂഷണറി ഗാർഡിൻ്റെ തലവനായിരുന്നു. അയാൾക്ക് പകരം പുതിയ ആളെ ഖമനയി വെച്ചു, മുഹമ്മദ് പാക്പോർ എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചു. ടെസ്റ്റ് നമ്പർ 2 അടുത്തത്. ടെസ്റ്റ് നമ്പർ 3 വന്നിട്ടുണ്ട്. സേനാ മേധാവിയായ മുഹമ്മദ് ബാഖേരി മരിച്ചല്ലോ, മുഹമ്മദ് ബാഖേരിക്ക് പകരം അബ്ദുൾ റഹീം മൗസാവിനെ ഇറാൻ്റെ സേനാ തലവനായിട്ടും ഖമനയി ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും പണി എപ്പോൾ തീരും എന്നുള്ളത് ഇനി പറഞ്ഞു. നേരത്തെ അങ്ങനെ ഹമാസിൻ്റെ തലവനായിട്ട് ആര് വന്നാലും അവരെ തട്ടും എന്ന് പറയുന്ന പോലെ, ഹിസ്ബുള്ളയുടെ തലവനായിട്ട് ആരെ വന്നാലും അവരെ തട്ടും എന്ന് പറയുന്ന പോലെ, ഇറാൻ്റെ സൈനിക മേധാവിയും അല്ലെങ്കിൽ IRGCയുടെ തലവനായിട്ട് വന്നാലും ആരെയും തട്ടും എന്ന തരത്തിലേക്ക് ഇസ്രയേൽ തീരുമാനിച്ചാൽ അടുത്ത 2 പേരുകൾ റെഡിയായിട്ടുണ്ട്. ഒന്നുകൂടെ ആ പേര് പറയാം. സൈനിക മേധാവിയുടെ പേര് അബ്ദുൾ റഹീം മൗസാവി, IRGCയുടെ തലവൻ്റെ പേര് മുഹമ്മദ് പാക്പോർ എന്നാണ്. ഈ 2 പേരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദ്യം വളരെ സിമ്പിളാണ്, ന്യായമായ ചോദ്യമാണ്. ഇത്രയും പേരെ കൊല്ലാമെങ്കിൽ എന്തുകൊണ്ട് അയത്തുള്ളയെ കൊന്നില്ല? പേടിച്ചിട്ടില്ല, വിവരം കിട്ടാഞ്ഞിട്ടുമല്ല, കൃത്യമായി അറിയാം എവിടെയുണ്ടെന്നറിയാം. കാരണം അവിടെ മൊസാദ് വിവരങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, മൊസാദ് അവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ ആളങ്ങ് ജീവിച്ചിരിക്കട്ടെ, കൂടെയുള്ള എല്ലാവരെയും തട്ടിയിട്ട് നീ അവിടെ ഇരുന്ന് ആ ഓർമ്മയിൽ നരകിച്ച് ചാവണം എന്നായിരിക്കും ചിലപ്പോൾ ഇസ്രയേൽ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.